ഉച്ചയ്ക്ക് 11:45 ഇവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ്. കുമാരനെല്ലൂരിൽ ലഹരിക്കടിമയായ അല്ലെങ്കിൽ പിതാവിനെ കുത്തിക്കൊന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നമുക്ക് മുമ്പിലായിട്ട് കാണുന്ന ഈ ഒരു വീട്ടിലാണിപ്പോൾ കൊലപാതകം ഇന്ന് ഉച്ചയ്ക്ക് 11:45 ഉണ്ടായിരിക്കുന്നത്. കുമാരനെല്ലൂരിൽ ലഹരിക്കടിമയായ മകൻ അച്ഛനെ കുത്തിക്കൊന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് കുമാരനെല്ലൂർ മേൽപ്പാലത്തിന് സമീപത്ത് ഇടയാടിയിൽ മകൻ്റെ കുത്തേറ്റിപ്പോൾ അച്ഛൻ മരിച്ചത്. കൊല്ലപ്പെട്ടത് കുമാരനെല്ലൂർ ഇടയാടി താഴത്ത് വരിക്കതിൽ രാജു, 70 വയസ്സുകാരനായ രാജുവാണ് മരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രതിയായ ഇദ്ദേഹത്തെ കുത്തിയത് മകൻ അശോകനാണ്. 42 വയസ്സുള്ള അശോകനെ ഇപ്പോൾ കോട്ടയം ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 11:45 ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 11:45 ഈ ഒരു സംഭവം ഇപ്പോൾ കോട്ടയം കുമാരനെല്ലൂർ ഭാഗത്തായിട്ട് ഉണ്ടായിരിക്കുന്നത്. 70 വയസ്സുകാരനായ പിതാവിനെ ലഹരിക്കടിമയായ മകൻ കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വീട്ടിൽ അവർ രണ്ടുപേരും, അച്ഛനും മകനും മാത്രമായിരുന്നു നിലവിൽ താമസിച്ചിരുന്നത്. ഇവിടെ ഇത് സംബന്ധമായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. വീട്ടിൽ നിന്നും ബഹളം കേട്ടതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരാണ് കൊലപാതകം കണ്ടെടുത്തത്. തുടർന്ന് നാട്ടുകാർ വിവരം ഗാന്ധിനഗർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതിയായ അശോകനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 11:45 ഈ ഒരു സംഭവം ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കുമാരനെല്ലൂരിലാണ് ലഹരിക്കടിമയായ മകൻ പിതാവിനെ കുത്തിക്കൊല്ലുന്നത്. 70 വയസ്സുള്ള രാജുവിനെയാണ് അപ്പോൾ മകൻ 42 വയസ്സുള്ള മകൻ കുത്തിക്കൊലപ്പെടുത്തുന്നത്. മകൻ ലഹരിക്ക് അടിമയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം ഗാന്ധിനഗർ സ്റ്റേഷൻ പോലീസ് ഇപ്പോൾ ഇദ്ദേഹത്തെ അല്ലെങ്കിൽ മകനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട രാജുവിൻ്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ ഒരു കൊലപാതകം, ഈ ഒരു നാടിനെ നടക്കുന്ന വലിയൊരു കൊലപാതകം ഇവിടെ നടന്നത്. നിരന്തരമായി ഈ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകൻ ലഹരിക്ക് അടിമയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ്. ലഹരി വീണ്ടും ഒരു വില്ലനായി ഒരാളുടെ ജീവനും കൂടി ഇപ്പോൾ എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. നിരന്തരമായി ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പെരുകി വരുന്നൊരു സാഹചര്യം കൂടിയാണ്. ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു നാടിനെ നടക്കി. എന്തായാലും അല്പസമയമായി, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 11:45 ഈ ഒരു സംഭവം ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് നമുക്ക് കയറാനോ അല്ലെങ്കിൽ മറ്റ് ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ഇപ്പോൾ പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ ഒരു വീടും അതിൻ്റെ പരിസരങ്ങളും എന്നത് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. നമുക്കുള്ളിലേക്ക് അധികം കയറാനുള്ള നിയന്ത്രണങ്ങൾ ഉള്ളത് കാരണമാണ് നമുക്ക് ഉള്ളിലോട്ട് പോകാൻ സാധിക്കാത്തത്. എന്തായാലും ഇപ്പോൾ പോലീസും മറ്റ് ആളുകളെല്ലാം ഈ ഒരു സ്ഥലത്തുണ്ട്. അവരുടെ ഒരു നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ ഒരു സ്ഥലം ഇപ്പോൾ ഉള്ളത്, വീടും പരിസരവും എന്നത് പറയാനായിട്ട് സാധിക്കും. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 11:45 കൂടിയാണ് ഈ ഒരു സംഭവം കോട്ടയം കുമാരനെല്ലൂർ പാലത്തിന് സമീപത്തായിട്ട് ഉണ്ടായിരിക്കുന്നത്.
വീട്ടിലുണ്ടായ വാക്കുതർക്കം തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാനായിട്ട് സാധിക്കും. അച്ഛനെ മകൻ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. കുമാരനെല്ലൂരിന് മേൽപ്പാലത്തിന് സമീപത്തായിട്ടാണ് ഇടയാടിയിലാണ് മകൻ്റെ കുത്തേറ്റ് അച്ഛനിപ്പോൾ മരിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ടത് കുമാരനെല്ലൂർ ഇടയാടി താഴത്ത് വരിക്കയിൽ രാജു, 70 വയസ്സുള്ള രാജുവാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മകൻ അശോകന് ഇപ്പോൾ 42 വയസ്സുള്ള മകൻ അശോകനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം നിരന്തരമായി അക്രമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അല്ലെങ്കിൽ നാട്ടുകാരെ ഉൾപ്പെടെ ആക്രമിച്ചിരുന്നു അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളെല്ലാം ഇടപെട്ടിരുന്നുവെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. നിരന്തരമായി ഇദ്ദേഹം ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതേ തുടർന്ന് ഇപ്പോൾ വീട്ടിലുണ്ടായ വാക്കുതർക്കമാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നാടിന് തന്നെ നടക്കുന്ന വലിയൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ്, അപ്പം ഉച്ചയ്ക്ക് 11:45 കൂടിയാണ് ഈ ഒരു സംഭവം ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോട്ടയം കുമാരനെല്ലൂരിൽ മേൽപ്പാലത്തിന് സമീപത്തായിട്ടാണ് ലഹരിക്കടിമയായ മകൻ അച്ഛനെ കുത്തിക്കൊല്ലുന്നതാണ് സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീട്ടിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വീട്ടിൽ വെച്ചാണ്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റാവുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. പോലീസും മറ്റ് അവരുടെ ഒരു നിയന്ത്രണത്തിൽ തന്നെയാണ് ഇപ്പോൾ വീടും മറ്റ് പരിസരങ്ങളെല്ലാം നിൽക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 11:45 കേസിന് ആസ്പദമായ സംഭവമുണ്ടായത്. അശോകൻ, അതായത് രാജുവിൻ്റെ മകൻ അശോകൻ ലഹരിക്ക് അടിമയായിരുന്ന 2 പേര് മാത്രമാണ് നിലവിൽ വീട്ടിൽ താമസിക്കുന്നത്. ഇവിടെ ഇത് സംബന്ധിച്ചുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് നമുക്കെല്ലാം ലഭിക്കുന്ന വിവരം. വീട്ടിൽ നിന്നും ബഹളം കേട്ടതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരാണ് കൊലപാതകം കാണുന്നത്. തുടർന്ന് നാട്ടുകാർ വിവരം ഗന്ധകർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തിയ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതിയായ അശോകനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 11:45 ഈ ഒരു കൊലപാതകം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഒരു വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ കൊലപാതകം നടന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീടിൻ്റെ മുൻഭാഗത്തിലുള്ള ഈ കാണുന്ന ഒരു വീടാണ്. ഇവിടെ വെച്ചാണ് ഇന്നിപ്പോൾ രാവിലെ 11:45 കൂടി ഈ ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള അനുവാദം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനൊരു വിഷ്വൽ അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യം നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പോലീസും മറ്റ് ആളുകളെല്ലാം ഇപ്പോൾ സ്ഥലത്തുണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഇവിടെ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 11:45 കൂടിയാണ് ഈ ഒരു സംഭവം, ഈ ഒരു കൊലപാതകം നാടിനെ നടുക്കിയൊരു കൊലപാതകം, വീണ്ടും ഒരു കൊലപാതകം ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. കോട്ടയം കുമാരനെല്ലൂർ പാലത്തിന് സമീപത്തായിട്ടാണ് ലഹരിക്ക് അടിമയായ മകൻ അച്ഛനെ കുത്തിക്കൊല്ലുന്നത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതിയായ മകൻ അശോകനെ ഇപ്പോൾ ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വരികയാണ്.
വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്നതും അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്നതും ആയ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരി വീണ്ടും ഒരു വില്ലനായി അവതരിച്ചു എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ മകൻ ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നിരന്തരമായി ഈ ഒരു ചെറുപ്പക്കാരൻ ആളുകളുമായി വഴക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് തൊട്ടടുത്തുള്ള ആളുകളോടും അല്ലെങ്കിൽ പ്രദേശവാസികളോടെല്ലാം ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വരികയാണ്. 70 വയസ്സുകാരനായ പിതാവിനെയാണ് കുത്തിക്കൊന്നത്. ഇന്ന് രാവിലെ 11:45 കൂടിയായിരുന്നു വീട്ടിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു വീട്ടിൽ വെച്ചാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. ഈ മരണപ്പെട്ട രാജുവിൻ്റെ മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ മോർച്ചറിയിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ്. മകനായ അശോകനെ 42 വയസ്സുള്ള മകനായ അശോകനെ ഇപ്പോൾ കോട്ടയം ഗാന്ധിനഗർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്ത് വരികയാണ്. നമ്മളിപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു വീടിൻ്റെ ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വീടിൻ്റെ മുൻഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 11:45 കൂടിയാണ് ഈ ഒരു കൊലപാതകം ഇവിടെ വെച്ച് നടന്നിരിക്കുന്നത്. പിതാവിനെ മകൻ കുത്തിക്കൊല്ലുകയായിരുന്നു ഉണ്ടായത്. കുമരനല്ലൂർ മേൽപ്പാലത്തിന് സമീപം ഇടയാടിയിലാണ് മകൻ്റെ കുത്തേറ്റ് ഇപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ പിതാവ് മരിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട കുമരനല്ലൂർ ഇടയാടി താഴത്ത് വരിക്കതിൽ രാജു 70 വയസ്സുള്ള രാജുവിനെയാണ് ഇപ്പോൾ കൊന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മകനായ അശോകനെ 42 വയസ്സുള്ള അശോകനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ലഹരിക്ക് അടിമയായിരുന്നു. ലഹരി തന്നെയാണ് വീണ്ടും ഒരു വീട്ടിലെ വെളിച്ചം കൂടി കളഞ്ഞിരിക്കുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. നിരന്തരമായി ഇങ്ങനെയുള്ള ലഹരി കാരണമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഈ നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു സംഭവം പുറത്തേക്ക് വരുന്നത്. ഇന്ന് 11:45 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു വീട്ടിലാണ് ഇന്ന് രാവിലെ 11:45 കൂടി ഈ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും പ്രതിയായ മകനെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയം ഗാന്ധിനഗർ പോലീസ്. നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള അനുവാദം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് ഇപ്പോൾ വീടിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് പോകാനുള്ള മറ്റ് പെർമിഷൻ ഇല്ലാത്തത് കാരണമാണ്. സംഭവസ്ഥലത്ത് ഇപ്പോൾ പോലീസും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ സംഭവസ്ഥലത്ത് നിൽപ്പുണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ്. മറ്റ് തെളിവുകളും മറ്റു കാര്യങ്ങളെല്ലാം ശേഖരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിലേക്ക് കയറാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകൻ അശോകൻ എന്ന 42 വയസ്സുകാരൻ നിരന്തരമായി ഈ ഒരു ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തൊട്ടടുത്തുള്ള ആളുകളോടും അതുപോലെ പ്രദേശവാസികൾക്ക് എല്ലാം ചോദിക്കുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. നിരന്തരമായി വീട്ടിൽ വഴക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാട്ടുകാർക്കുൾപ്പെടെ വലിയ രീതിയിൽ ഇദ്ദേഹം വലിയ തലവേദനയായിരുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. പല ആളുകളെയും ഇങ്ങനെ ആക്രമിക്കാൻ ഇദ്ദേഹം ഒരുങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. എന്തായാലും 42 വയസ്സുള്ള അശോകനെ ഇപ്പോൾ കോട്ടയം ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്.
മരിച്ച പിതാവിൻ്റെ രാജുവിൻ്റെ 70 വയസ്സായ രാജുവിൻ്റെ മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ ഒരു വീട്ടിൽ അവർ രണ്ടുപേരും മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. തുടർന്ന് വീട്ടിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 11:45 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കോട്ടയം കുമാരനെല്ലൂരിൽ പാലത്തിന് സമീപത്തായിട്ടാണ് ഈ ഒരു വീട്. അവിടെയായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ 70 വയസ്സുള്ള രാജുവിൻ്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മകനായ അശോകനെ 42 വയസ്സായ അശോകനെ ഇപ്പോൾ കോട്ടയം ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വരികയാണ്. ബഹളം നടക്കുമെന്ന് പറഞ്ഞ് വിളിച്ച് വന്നപ്പോഴാണ് അതിന്റെ കൊലപാതകം. അതല്ലേ പുള്ളി കൂട്ടി. ഇപ്പൊ വേറെ എന്തെങ്കിലും കുത്തിയിട്ടുണ്ടോ? ഉണ്ടല്ലേ, പുള്ളിനായിട്ട് വരുമായിരിക്കുമല്ലേ പുള്ളിയുടെ. കോട്ടയം കുമാരനെല്ലൂരിൽ ഇന്ന് 11:45 കൂടിയാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. മകൻ അച്ഛനെ കുത്തിക്കൊന്നിരിക്കുകയാണ്. ക്രൂരമായ കൊലപാതകം വീട്ടുമുറ്റത്ത് വെച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതിയായ മകനെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയം ഗാന്ധിനഗർ പോലീസ്. ഇന്ന് രാവിലെ 11:45 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ലഹരിക്കടിമയായ മകൻ പിതാവിനെ കുത്തിക്കൊല്ലുകയായിരുന്നു. എന്തായാലും വളരെ വേദനാജനകമോ അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.
നിരന്തരമായി ഇദ്ദേഹം ഈ ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. വീട്ടിൽ നിരന്തരമായി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിരന്തരമായി തന്നെ വഴക്ക് ഈ ഒരു ഇദ്ദേഹം ഉണ്ടാക്കിയിരുന്നു എന്നാണ് ആളുകളിപ്പോൾ പറയുന്നത്. പലതവണയായി ഇദ്ദേഹത്തെ മറ്റ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം എത്തിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ പറയുന്നു. ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ ഒരു പിതാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 11:45 കൂടിയാണ് ഈ ഒരു സംഭവം ഈ ഒരു വീട്ടിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു വീട്ടിൽ വെച്ച് ഉണ്ടായിരിക്കുന്നത്. പലതവണയായി വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും ഇദ്ദേഹത്തെ ആളുകൾ അല്ലെങ്കിൽ പോലീസുകാർ ഉൾപ്പെടെ ഇദ്ദേഹത്തെ മുൻപും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ചിരുന്നുവെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ 11:45 കൂടിയാണ് ഈ ഒരു കൊലപാതകം വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പിതാവിൻ്റെ മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11:45 കൂടിയാണ് നമുക്ക് തൊട്ടു പിന്നിൽ കാണുന്ന ഈ ഒരു വീട്ടിലാണ് മകൻ പിതാവിനെ കുത്തിക്കൊന്ന് ഇരിക്കുന്നത്. ഇന്ന് 11:30ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കോട്ടയം കുമാരനെല്ലൂർ മേൽപ്പാലത്തിന് സമീപത്തായിട്ടാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നാടിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ മൊത്തം ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായി മാറിയിരിക്കുകയാണ്. 70 വയസ്സായ പിതാവിനെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയ രാജു എന്ന പിതാവിനെയാണ് മകൻ അശോകൻ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ലഹരി തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ഇദ്ദേഹത്തെ ഇപ്പോൾ മകനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് വേണ്ടി അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറാനായിട്ട് സാധിക്കത്തില്ല. കാരണം മറ്റ് തെളിവെടുപ്പുകളും മറ്റ് ശാസ്ത്രീയമായ രീതിയിൽ